എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ശ്രീലു ടീച്ചറിൻ്റെ കുളിയാണ്. ഇപ്പോൾ അവരുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ വേൾഡ് മുഴുവനും കത്തിപ്പടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം പറയാനായിട്ട്. എന്ത് തന്നെയാണെങ്കിലും അത് ഞാൻ പറയുന്നതല്ല കേട്ടോ, അത് ശ്രീലു ടീച്ചർ സ്വന്തമായിട്ട് പറയുന്നതാണ്. പുള്ളിക്കാരത്തിയുടെ കുളി ഇപ്പോൾ വേൾഡ് മുഴുവനും കത്തിപ്പടർന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അതുമാത്രമല്ല, നമ്മളെപ്പോലുള്ള ലോക്കൽ ചാനലുകൾക്ക് അരി മേടിക്കാനുള്ള പൈസ പുള്ളിക്കാരത്തിയുടെ ചാനൽ വഴി കിട്ടട്ടെ എന്നാണ് അവർ പറയുന്നത്. അതിലവർക്ക് ഒരു പ്രശ്നവും ഇല്ല എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരാൾ നമുക്ക് കനിഞ്ഞ് കുറച്ച് അരി മേടിക്കാനുള്ള പൈസ തരാനായിട്ടിരിക്കുമ്പോൾ അത് വേണ്ടാന്ന് വെക്കേണ്ട കാര്യമില്ലല്ലോ. നല്ല വസ്ത്രങ്ങളോ ഗോൾഡൊന്നും മേടിക്കാനല്ലല്ലോ, അരി മേടിക്കാനല്ലേ ഒരാൾ പൈസ തരാമെന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് പൈസ മേടിക്കുന്നുമില്ല, കണ്ടൻ്റ് അല്ലേ അവർ നമുക്ക് തന്നിരിക്കുന്നത്, അതപ്പോൾ മേടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ശ്രീലു ടീച്ചറിൻ്റെ കണ്ടൻറ്റുമായിട്ട് മുമ്പോട്ട് വരാം. പക്ഷേ ഇന്നത്തെ വീഡിയോയിൽ ശ്രീലു ടീച്ചർ ഭയങ്കര കലിപ്പിലാണ് കേട്ടോ. പുള്ളിക്കാരത്തി ഭയങ്കര കലിപ്പിലാണ്. പുള്ളിക്കാരത്തിയുടെ ഇന്നത്തെ കുളി എന്ന് പറയുന്നത് നമ്മുടെ മുഖ്യന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഭരണസമിതിയിലുള്ള ഓരോരുത്തർക്ക് വേണ്ടിയിട്ടുമാണെന്നാണ് അവർ പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ശ്രീലു ടീച്ചറിൻ്റെ ഇന്നത്തെ കുളിയുടെ രഹസ്യം ഒന്ന് കാണാം. പെട്ടെന്ന് വാ എൻ്റെ ടീച്ചറെ, ഒന്നാമത് സമയമില്ല, കാണാനും പറ്റുന്നില്ല. തുടങ്ങി ടീച്ചർ കുളിച്ചു തുടങ്ങി. ഈ കുളി എന്റെ പ്രതിഷേധം. മോശമായ സ്ത്രീയും നല്ല സ്ത്രീയും ഈ ലോകത്തില്ല. ഇല്ല. ആരാ നിർവചിക്കാൻ? ആരാ നഗ്നത നിർവചിക്കാൻ? ഇരട്ട ചകന്റെ ഭാര്യക്ക് മൂക്കില്ലാത്ത ഒരു സാധനം എനിക്കില്ല. മന്ത്രി ബിന്ദുവിനില്ലാത്ത ഒരു സാധനം എനിക്കില്ല. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് നഗ്നത എഴുതി വെക്കുന്നവനെ പ്രൊട്ടക്ട് ചെയ്യുന്ന തെമ്മാടിത്തരം ഭരണ സംവിധാനത്തിനെതിരെയുള്ള കുളിയാണ്. തീരെ ഇല്ലാതെ കുളിപ്പനി എന്ത് ചെയ്യുന്നവര് ഒരു തുണിയില്ലാണ്ട് കുളിക്കും. ഇത്രത്തോളം ചെയ്യുന്നത് പ്രേമത്തിന് മാനിച്ചിട്ട്, ഇത്ര പോലെ തുണി ഉടുക്കുന്നത് പ്രേമത്തിന് മാനിച്ചിട്ട്, കോടതിനെ മാനിച്ചിട്ട്. ഈ തുണിയും നിങ്ങൾ അർഹിക്കുന്നില്ല. എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പാളിന് പിന്നെ ശിങ്കിടി പാടുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രി ബിന്ദു ഈ തുണിയും അർഹിക്കുന്നില്ല. മനസ്സിലായല്ലോ? ഈ നാട്ടിലെ സംവിധാനങ്ങളില്ലേ? ഈ നാട്ടിലെ സംവിധാനങ്ങളൊന്നുമില്ലേ? ആരെ മോശമായ സ്ത്രീ? ഞാനൊന്ന് കോടതിയിൽ പോയി പറഞ്ഞു നോക്ക്, മോശമായ സ്ത്രീന്ന്. ആരെ മോശമായ സ്ത്രീ? ആരാണ്? കുളിക്കും കുളിച്ച് കൊണ്ടിരിക്കും. പിന്നെ പാർട്ടിസ്റ്റേറ്റ് കുളിക്കാത്തത് കോടതി തീരുമാനിച്ചിട്ട് എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുന്നിൽ കുളിക്കും, സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ കുളിക്കും വേണ്ടി വന്ന. അതെന്താ ചെയ്യാത്തെന്നറിയാം? നമുക്ക് ചില നിയമങ്ങളുണ്ട്. നിയമങ്ങൾ പാലിക്കാതെ ഗുണ്ടായിട്ട് ചെയ്യുന്ന മുഖ്യമന്ത്രിക്കും കൂട്ടർക്കും എഞ്ചിനീയറിംഗ് കോളേജിലെ രാജേഷ് കെ ശിങ്കിടികൾക്കും പറ്റുന്നില്ല. അവരെ മുന്നിലാണ് കുളിക്കല്. അവരെ മുന്നിലാണ് ഇനി കുളിക്കല്. ഇനി സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഞാൻ കുളിക്കും. എന്റെ വീട്ടിൽ കുളിക്കുന്നത് എന്റെ മാന്യത. ഇത്ര പോലെ തുണി കൊടുക്കുന്നതും എന്റെ മാന്യത. ഈ തുണിയില്ലാത്ത കുളി നിങ്ങൾ പ്രതീക്ഷിച്ചോ? പെട്ടെന്നുണ്ടാവും. ഇനിയത്തെ കുളിക്ക് ഈ തുണി ഉണ്ടാവില്ല. ഇനിയത്തെ കുളിക്ക് ഈ തുണി ഉണ്ടാവില്ല. ഇവിടെ ശ്രദ്ധിച്ചോ? അപ്പോൾ എന്തായാലും ഈ ഒരു കുളി എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെടുന്ന ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് നമ്മുടെ ടീച്ചർ ഇന്ന് കുളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതുപോലും ഇല്ലാതെ പുള്ളിക്കാരത്തി വന്ന് കുളിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ മുഖ്യനൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. കാരണം ഈ പുള്ളിക്കാരത്തി ചിലപ്പോൾ ചെയ്ത് കളയും കേട്ടോ.
അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ ഒരു ദിവസത്തെ കുളിയിൽ അവർ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, അവർക്ക് കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയാണെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, ശ്രീലു ടീച്ചർ തന്നെ പറഞ്ഞതാണ്, എനിക്ക് കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയാണെന്ന്. അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ പറയുന്ന കണക്കൊക്കെ ചെയ്തിരിക്കും. അപ്പോൾ പുള്ളിക്കാരത്തി ഇത്രയേറെ തിളച്ച് മറിയുന്നതിനുള്ള കാരണം എന്താണ്? എന്തായാലും അവർ പറയുന്നത് കൂടി കേട്ടിട്ട് വരാം. ആമോ ചാനലുകളെല്ലാം പണം ഉണ്ടാക്ക്, ലോക്കൽ ചാനലുകൾ സത്യമറിയാത്ത പണം ഉണ്ടാക്ക്. നിങ്ങളും കേട്ടു, നിങ്ങളും പറയേണ്ടി വരും ഉത്തരം, നിങ്ങളും പറയേണ്ടി വരും. നിങ്ങൾ കൊടുക്കുന്നത് എന്ത് കണക്കിൽ ഏറ്റവും വലിയ സപ്പോർട്ട്, നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ത് ഏറ്റവും വലിയ സപ്പോർട്ട്. നിങ്ങൾ ഞാൻ കാരണം അരി വാങ്ങിയിട്ട് എനിക്ക് ഒരു പ്രശ്നമില്ല, നിങ്ങളത് എനിക്ക് ഒരു പ്രശ്നമില്ല. നിങ്ങളെ കൊണ്ട് സന്തോഷമുള്ള ലോക്കൽ ചാനലുകാരോട് നിങ്ങൾക്ക് അവസരം തരുന്നത് മുഖ്യം. അതാ എൻ്റെ പൊന്ന് ശ്രീലു ടീച്ചറെ നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. ലോക്കൽ ചാനലുകാർ മാത്രമേ ഇതുപോലുള്ള ലോക്കൽ കേസുകളൊക്കെ ഏറ്റെടുക്കുള്ളന്നേ, അത് മനസ്സിലാക്ക്. അല്ലാതെ നല്ല എന്താണ് പറയുന്നത്, നല്ല ഹൈലൈറ്റ് ചാനലുകളൊന്നും ലോക്കൽ കേസുകളൊന്നും ഏറ്റെടുക്കില്ലെന്നേ. നമ്മളെപ്പോലുള്ള ലോക്കൽ ചാനലുകളെ താങ്കളെപ്പോലുള്ള ലോക്കലുകളുടെ വീഡിയോകളൊക്കെ ഏറ്റെടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് കൂട്ടരും ലോക്കലാട്ടോ. മന്ത്രിയാണ്. ലോക്കൽ ചാനലുകൾക്ക് ഇതുപോലെയുള്ള വാർത്ത കൊടുക്കാൻ അവസരം തരുന്നത് മുഖ്യമന്ത്രിയാണ്, ഭരിക്കുന്ന മന്ത്രിയാണ്. ബിന്ദു, ഉന്നത വിദ്യാഭ്യാസ വകുപ്പും ബിന്ദു ഒരു സ്ത്രീ മോശാണെന്ന് പറഞ്ഞ് ചുമര് എഴുതിയിട്ടിട്ട് അവനെ പ്രൊട്ടക്ട് ചെയ്തിട്ട് പിന്നെ അതിന് പ്രതിഷേധിച്ചതിന് മേലെ എന്റെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഇവന്റെ അച്ഛന്റെ തന്നോ കോളേജ്, ഈ രാജേഷ് കെ എന്ന് പറഞ്ഞ പ്രിൻസിപ്പളിൽ അച്ഛന്റെ തറവാട്ട് വകയാണോ എഞ്ചിനീയറിംഗ് കോളേജ്? ആരാന്ന് നീ എല്ലാം ആണോ? നിനക്ക് ശിങ്കിടി പാടിയിട്ട് ഉപ്പ് ശേഖരിക്കുന്നവര് നിന്റെതാണോടാ കോളേജ്? നിന്റെതാണോടാ കോളേജ്? ഭരിക്കുന്നവര് ഞങ്ങള് പറഞ്ഞിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഞങ്ങള് വോട്ട് ചെയ്തിട്ട് എന്റെ വീട്ടിൽ നിന്ന് 5 വോട്ടുണ്ട്. പിണറായി വിജയൻ എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് 5 വോട്ടുണ്ട്. നിങ്ങളുടെ വീട്ടിൽ നിന്ന് 5 വോട്ടല്ലേ ശ്രീലു ടീച്ചറേ ഉള്ളൂ? എൻ്റെ വീട്ടിൽ നിന്ന് 8 വോട്ടുണ്ട് കേട്ടോ. 5 അല്ല 8 വോട്ടുണ്ട് എൻ്റെ വീട്ടിൽ നിന്ന്. ഈ ഭരണ സംവിധാനത്തിന് 5 വോട്ടിന് നിങ്ങൾക്ക് വിലയില്ലേ? 5 വോട്ടിന് നിങ്ങൾക്ക് വിലയില്ലേ? 8 വോട്ടിന് വിലയില്ലേ? നാണില്ലാത്ത എഞ്ചിനീയറിംഗ് കോളേജുകാര് എന്നെ ദത്തത വാട്ടുന്ന നീ, പാടിക്കുന്ന നീ KN. നിന്റെ ഭാര്യയ്ക്കില്ല തന്നെ ഇറക്കും. നിന്റെ ഭാര്യ രഹസ്യമായിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ടോ? ഞാൻ പരസ്യമായിട്ട് കാണിക്കുന്നു. നീ കഴിയുന്ന പോലെ ചെയ്തോ, ഞാൻ കുളിക്കും. ഞാൻ പരസ്യമായിട്ട് നിനക്ക് വേണ്ടിയിട്ട് നീ ആരെ ശക്തിയിലാണോ, നീ ഏത് ഭരണത്തിന്റെ ശക്തിയിലാണോ ഒരു സ്ത്രീയുടെ അടുത്ത് തെമ്മാരിത്തരം ചെയ്യുന്നത്, അവർക്ക് വേണ്ടി ഞാൻ ഇനിയും കുളിക്കും, കുളിച്ചുകൊണ്ടേയിരിക്കും. പറ്റുന്ന പോലെ ചെയ്തോ. ഇത്രത്തോളം കുളിക്കുന്നത് എന്റെ മാന്യത. ഇതിന് കൂടുതൽ കുളിക്കും ഞാൻ. എന്റെ നഗ്നത എഴുതി വെച്ചവനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്റെ മകളെ ട്രാൻസ്ഫർ അടിക്കണം അല്ലേ? മുഖ്യമന്ത്രിന്റെ ഭാര്യയൊക്കെ മോക്കോ ഈ ഗതിയാണെങ്കിൽ മുഖ്യമന്ത്രി എന്ത് ചെയ്യും? കുളിക്കും. ബിന്ദുവിനെ നേരെ എഴുതി വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യും? കുളിക്കും. അതെനിക്കറിയണം. മന്ത്രി ബിന്ദുവിനെ നേരെ എഴുതി വെച്ച് എന്ത് ചെയ്യും? കുളിക്കും. ഇവരെ വീട്ടിലെ പെണ്ണുങ്ങൾക്ക് ഇല്ലാത്ത ഒരു സാധനം ഇറക്കില്ല. ഇനി അതിലും കൂടുതൽ ഭംഗിയായി പോയിന്നുള്ളത് എനിക്കറിയില്ല. ഈ കെന്റെ വീട്ടിലെ പെണ്ണിനില്ലാത്തതും എന്റെ ഈ രാജേഷ് കെ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോളേജിലെ സീനിയോറിറ്റി മറികടന്ന് ഗുണ്ടായിസം പിന്നെ കൊണ്ടിരിക്കുന്ന ഒരുത്തൻ, അവന്റെ ഭാര്യയ്ക്ക് ഇല്ലാത്തത് എന്താ എനിക്ക്? എന്താണ് എനിക്കുള്ളത്? നീ എന്തിനാ എന്നെ ട്രാൻസ്ഫർ ചെയ്തത്? എന്റെ പ്രതിഷേധം ഇനി നീ വിചാരിക്കണ്ട ഞാൻ അടങ്ങിയിരിക്കുന്നു. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിന്റെ മുന്നിൽ കുളിക്കും. പിന്നെ മുഖ്യമന്ത്രി ഇടപെട്ടിട്ടും പാർട്ടി ഇടപെട്ടിട്ടും വിലക്ക് വെച്ച മാധ്യമങ്ങളെല്ലാം എന്നെ തേടി വരുന്ന ഒരു ദിവസമുണ്ട്. അതിന് കൂടുതൽ സമയം എടുക്കൂല. ഞാൻ ഇപ്പോഴല്ലേ നമ്മുടെ ശ്രീലു അമ്മച്ചിയുടെ കുളിയുടെ രഹസ്യം മനസ്സിലായത്. മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഇവരെ തേടി വരുന്ന ഒരു ദിവസം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടായിരിക്കും പുള്ളിക്കാരത്തി ഇന്നേ കുളിച്ചു തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ സ്ഥിരമായിട്ട് കുളിച്ച് തുടങ്ങുമ്പോൾ ഇവർക്ക് തന്നെ അറിയാം, ഇവരെ ഇപ്പം തന്നെ ഏകദേശം എയറിൽ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് കയറി കഴിയുമ്പോഴത്തേക്ക്
മിക്ക മാധ്യമ പ്രവർത്തകരും വരുന്നറിയാം. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ പുള്ളിക്കാരത്തി കുളിക്കുന്നത് കേട്ടോ. കുളിക്കമ്മച്ചി കുളിക്ക്. പക്ഷേ കുളിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം കേട്ടോ. ഈ വെള്ളവും കുറച്ച് തലയിൽ തന്നെ നല്ലതായിട്ട് ഒഴിക്കും. ദേഹത്ത് മാത്രം വെള്ളം ഒഴിച്ചിട്ടൊന്നും കാര്യമില്ല. തല നന്നായിട്ട് തണുക്കട്ടെ. അപ്പോൾ ഈ കുളിയുടെ അളവും കുറച്ച് കുറഞ്ഞ് കിട്ടും. തല തണുക്കട്ടെ, തലയിൽ വേണം വെള്ളം വീഴാനായിട്ട്. ഈ ചൂടൊക്കെ ഒന്ന് മാറട്ടെ എന്നേ. അതാണ് പ്രശ്നവും. സർക്കാർ സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന സമയത്ത് പാലിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങൾക്ക് 18 വയസ്സ് പൂർത്തിയായിട്ടുണ്ട്. ഞങ്ങൾ കരുതിയത് ഒരു 10-15 വയസ്സേ ആയിട്ടുള്ളൂ എന്നാണ്. പക്ഷേ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് കറക്റ്റ് പ്രായം മനസ്സിലായി. 18 വയസ്സ് പൂർത്തിയായ ഒരാളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാത്തിനും സ്വാതന്ത്ര്യമുണ്ട്. കുളിക്കാനും നനയ്ക്കാനും എല്ലാത്തിനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്ക് പകൽ സമയത്ത് മുഴുവനും നിങ്ങൾ കോളേജിൽ കിടന്ന് കുട്ടികളുമായിട്ടൊക്കെ ക്ലാസ്സൊക്കെ എടുത്ത് മടുത്ത് പണ്ടാറടങ്ങിയിട്ട് വീട്ടിൽ വരുമ്പോൾ ഒത്തിരി ഒന്ന് ഫ്രീ ആവാൻ വേണ്ടിയിട്ട് ഇമ്മാതിരി കുറച്ച് വീഡിയോകളൊക്കെ ചെയ്യുന്നതിനോട് മറ്റുള്ളവർക്ക് നിങ്ങളോട് ഈ ദേഷ്യം തോന്നുന്നതൊക്കെ അസൂയാവഹമായിരിക്കും അല്ലേ? അസൂയയായിരിക്കാം. അപ്പോൾ അതിൻ്റെ പേരിലാണ് താങ്കളെ അവിടെ നിന്ന് മാറ്റിയത്, കോളേജിൽ നിന്ന് തന്നെ മാറ്റിയത്. പക്ഷേ എന്ത് ചെയ്യാനൊക്കും, കോളേജ് അധികൃതർക്ക് വിവരമില്ലാതായിപ്പോയി. റീൽസ് ഇടാനൊക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യമല്ലേ, അതിൽ അവർ കയറി കൈ കടത്തുന്നതിന് എന്ത് ചെയ്യാനൊക്കും. എന്തായാലും ടീച്ചർ കുളിക്ക്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് നിന്നല്ലേ കുളിക്കുന്നത് കോളേജിലെ പഠിത്തവും കാര്യങ്ങളും പഠിപ്പീരും ഒക്കെ കഴിഞ്ഞതിന് ശേഷം. അത് എൻ്റെ പ്രൈവസിയാണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ കോളേജിൽ വന്ന് പോയതിന് ശേഷം നീ എന്തിനാണ് നിൻ്റെ ഭാര്യയ്ക്കൊപ്പം എന്നാണ് ഇവർ ചോദിക്കുന്നത്. എൻ്റെ പൊന്നു ശ്രീല ടീച്ചറെ, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കൊപ്പം കഴിയുന്നെങ്കിൽ അത് അങ്ങേര് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് പ്രചരിപ്പിക്കുന്നില്ല. അത് അവരുടെ സ്വകാര്യത്തിൽ മാത്രം ഒതുങ്ങിത്തീരുന്ന ഒന്നാണ്. നിങ്ങളങ്ങനെയല്ലല്ലോ. നിങ്ങളുടേതായിട്ടുള്ള തൂറുന്നതും മുള്ളുന്നതും എല്ലായിടത്തും നിങ്ങൾ വീഡിയോയിലല്ലേ ഇടുന്നത്, യൂട്യൂബ് ചാനലിലല്ലേ ഇടുന്നത്. അപ്പോൾ അത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. എന്തായാലും ശ്രീലു അമ്മച്ചി പറയട്ടെ. മുഖ്യമന്ത്രി എന്ന് പറയുന്ന ആൾ ഇതൊന്നും അറിയില്ല എന്നാ പറയുന്നത്. മുഖ്യമന്ത്രിന്റെ ഭാര്യക്ക് മൂക്കും വന്ന അറിയില്ലേ? മന്ത്രി ബിന്ദുവിന് വന്ന അറിയില്ലേ? നിങ്ങൾ എന്താ വിചാരിച്ച ശ്രീലത പേടിക്കും? ഈ നക്കാപ്പിച്ച് ശമ്പളം തന്നിട്ട് ഒരു ആനുകൂല്യം തരാണ്ട് ഇട്ടുരുട്ടുന്ന നിങ്ങൾ ഈ നക്കാപ്പിച്ച് ജോലിക്ക് വേണ്ടിട്ട് ഞാൻ പേടിക്കും, ഞാൻ ഓടിപ്പോയി കോഴിക്കോട് ജോയിൻ ചെയ്യും എന്നിട്ട് രക്ഷിക്കണം എന്ന് പറയുന്ന വിചാരിച്ച? അല്ല, എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപികയ്ക്ക് നക്കാപ്പിച്ചയാണോ ശമ്പളം? ആണോ? ആണോ? ഇരട്ടച്ചങ്കനോടും മന്ത്രി ബിന്ദുവോടാ പറയുന്നത്. നിങ്ങളെ പേര് പറഞ്ഞിട്ട് ഗുണ്ടായിസം നടത്തുന്നുണ്ട് എഞ്ചിനീയറിംഗ് കോളേജിലെടുത്ത്. നിങ്ങളെ പേര് പറഞ്ഞിട്ട് എടുത്ത് നടത്തുന്നുണ്ട്. എന്റെ പൈസ, എന്റെ സമയം, എന്റെ സർവീസും കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. കുളി സെക്രട്ടേറിയറ്റിന്റെ അടുത്താണ് ഇനി. എന്റെ നഗ്നത പ്രദർശനം കുളി ഇനി സെക്രട്ടേറിയറ്റിന്റെ മുന്നിലെത്തും. ഈ തുക്കട ലോബികളുണ്ടല്ലോ കണ്ണൂരിലെ, അതൊക്കെ എനിക്ക് ശരിക്കുള്ള ഭാഷ മൈദ്. നിന്റെ രാജേഷ് KNG ശിങ്കിടികളും ഗുണ്ടായി നിനക്ക് മൈദ് പറഞ്ഞു പറയിപ്പിക്കരുത്. തെണ്ടിത്തരും തെമ്മാടിത്തരും. എന്താണോ നിങ്ങളെ രോഗം? സൗന്ദര്യാണോ? എന്നെ കിട്ടാത്തതാണോ നിന്റെ ശിങ്കിടികളുടെ രോഗം? ഇരട്ടച്ചങ്കൻ നാളെ വരുന്നുണ്ട് എന്റെ നാട്ടില്. ഇരട്ടച്ചങ്കൻ എന്റെ തൊട്ടപ്പുറത്ത് വരുന്നുണ്ട്. ഞാൻ ഒരുത്തനും നിവേദനും നമ്പറും ഒന്നും എടുത്ത് പോകുന്നില്ല. അങ്ങനെയൊന്നും നിങ്ങൾ ധരിക്കണ്ട. അതിന് വേറെ പെണ്ണുങ്ങളെ നോക്കണം. അങ്ങനെ പോകുന്ന പെണ്ണുങ്ങളെ രാത്രി നേതാക്കന്മാരൊപ്പം കിടന്നിട്ടുണ്ടാക്കി ജോലിയിലവര് പോകും. ഞാൻ പോവൂല. രാത്രി നേതാക്കന്മാരൊപ്പം കിടന്ന്
ജോലി വാങ്ങിയ പിഗ്മി സർവീസ് സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും പോവുക ഇളക്കാനാൻ. ശ്രീലത പോവില്ല. ഞാൻ അന്തസ്സായിട്ട് വാങ്ങിയ ജോലിയാണ്, ഒരുത്തന്റെ ഔദാര്യമല്ല. എന്നെ പുറത്തിട്ടിട്ട് വിലസെന്ന് തെമ്മടുത്തരം കളിക്കുന്നത് വലിയ വില കൊടുക്കേണ്ടി വരും ഭരണ സംവിധാനം. പുളി സെക്രട്ടേറിയറ്റിലേക്ക് എൻ്റെ ചേച്ചി കുളി സെക്രട്ടേറിയറ്റിൽ കുളിക്കാമെന്നാണ് പുള്ളിക്കാരത്തി പറയുന്നത്. 2 പീസ് ഇട്ട് കുളിക്കണം കേട്ടോ. സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലാണെങ്കിൽ 2 പീസ് ഇട്ട് കുളിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും താങ്കളുടെ ആഗ്രഹം പോലെ തന്നെ മുതിർന്ന മാധ്യമ പ്രവർത്തകർ മുഴുവനും അവിടെ ഉണ്ടാവും. തീർച്ചയായും. അപ്പോൾ നിങ്ങളുടെ ഇൻ്റർവ്യൂ ഒക്കെ എല്ലാ പത്രങ്ങളിലും തലക്കെട്ടോടു കൂടി വരും. ഈ പറയുന്ന മലയാള മനോരമ ആയാലും, മാതൃഭൂമി ആയാലും, മറുനാടൻ മലയാളി ആയാലും, 24 ആയാലും, ഏഷ്യാനെറ്റ് ആയാലും, അങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാ മുഖ്യധാര മാധ്യമങ്ങളിലും താങ്കളുടെ ന്യൂസ് വരും കേട്ടോ. താങ്കൾക്ക് പറയാനുള്ളത് അവർ സസൂക്ഷ്മം കേട്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ എന്തായാലും 2 പീസ് അത് മറക്കണ്ട കേട്ടോ. മക്കളോട് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങൾ ചെയ്യുന്ന തെമ്മാടിത്തരം. കുറെ അവര് മനസ്സിലാക്കിയിട്ടുണ്ട് നിങ്ങളെ പോലെ. അത് നിങ്ങൾ അറിയില്ലേ? നല്ല വിദ്യാഭ്യാസമുള്ളവരാ മക്കള്. അതുകൊണ്ട് അവരെ എടുത്തുചാടാത്ത, അതുകൊണ്ട് അവരെ ഇടപെടാത്ത. മക്കളില്ല എന്ന് ചോദിക്കുന്ന നാറുകളോട് എനിക്ക് പറയാനുള്ളത്. ഞാൻ ചോദിച്ചു ഇരട്ടച്ചങ്കിലെ പോലത്തെ മക്കൾ എനക്കും ഉണ്ട്, ബിന്ദുവിനെ പോലത്തെ മക്കൾ എനക്കും ഉണ്ട്, കേന്നിന്റെ പോലത്തെ 2 മക്കൾ എനക്കുണ്ട്. ഉളുപ്പ് ഉണ്ടോ? ഏതൊപ്പം ഏതരേന്റെ കൂടെ? മണ്ണരേന്റെ കൂടെയാണോ? ഇരട്ടച്ചങ്കം മണ്ണരേന്റെ കൂടെയാണോ? ഞാൻ സെക്രട്ടേറിയറ്റ് കുളിക്കണം. ഞാൻ ഈ കുളി Silence. ഞാൻ റോഡിലാ കുളിക്കുന്നത്. റോഡാണ്, ഞാൻ റോഡിലാ കുളിക്കുന്നത്. ആരാ നിങ്ങൾ? ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ചിട്ട് എന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ ആരാ നിങ്ങൾ? മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്ത് ഒരു സ്ത്രീക്കെതിരെ നഗ്നത പ്രദർശനമുണ്ടെന്ന് എഴുതി വെച്ചു. ഞാൻ ഏത് സ്ത്രീയോ ആയിക്കോട്ടെ, മോശം ഒരു സ്ത്രീ ലോകത്തില്ല. അത് നിങ്ങൾ അറിയില്ലേ? എല്ലാം മോശം പരിപാടിയാക്കിട്ട് തന്നെ നിങ്ങൾ വല്ലതും ഉണ്ടായത്. അത് നിങ്ങൾ അറിയില്ല. നിങ്ങളുടെ ലക്ഷ്യം ഉള്ളത് തന്നെയൊന്നും നിങ്ങൾക്ക് അറിയില്ലല്ലോ. അമ്മ പറഞ്ഞ അറിവല്ലേ ഉള്ളൂ. അതുപോലെ ഒരാളെ ഞാൻ. പക്ഷെ എന്റെ അച്ഛൻ ആരാന്ന് നല്ല വ്യക്തതയുണ്ട് എനിക്ക്. അതെന്താണെന്നറിയോ? എന്റെ പ്രവൃത്തിയില് എന്റെ അച്ഛൻ ഒറിജിനലാണ്. ശംഭു നമ്പൂരിന്റെ മോളാണെങ്കിൽ രാജേഷ് കെയും ഭരിക്കുന്നവർക്കുള്ള പണി പറകെ വരുന്നത്. നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങളൊരു പേപ്പർ അടിച്ചു വിട്ട ശ്രീലത പേടിക്കുന്നു. നഗ്നത എഴുതിയവനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്ത ഞാൻ മിണ്ടാതിരിക്കുന്നു വിചാരിച്ച നിങ്ങള്. ഞാൻ പരസ്യമായിട്ട് കുളിക്കും. ഞാൻ പരസ്യമായിട്ട് എന്റെ നഗ്നത കാണിക്കും. കോടതി പറഞ്ഞ വ്യവസ്ഥ വെച്ചിട്ടില്ല നഗ്നത. സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഞാൻ കാണിക്കും. സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ ഞാൻ കുളിക്കും. ഇതുപോലെ ഞാൻ വെള്ളം ഒഴിക്കും സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ. പക്ഷേ പൈപ്പ് വെള്ളം കാണൂല. കുളി ചിലപ്പോ ബക്കറ്റിലായിരിക്കും. നഗ്നതയും ഉണ്ടാവും. നഗ്നത എന്ന് പറഞ്ഞാലേ ഒരു ഇന്നറും ബ്രായും ഇട്ടിട്ട് കുളിക്കണം. കാരണം കോടതി പറയുന്നത് നമ്മൾ അംഗീകരിക്കണ്ടേ? വേണ്ടേ?
ബഹുമാനിക്കൂ. എന്നെ വേഗം ഒരു ഇച്ചി പുച്ചി ഒരു വല്ലാത്തൊരു പേപ്പർ എഴുതിയിട്ടാൽ ആര് പേടിക്കാൻ? നിനക്ക് ഉളുപ്പുണ്ടെങ്കിൽ നീ ആ സ്ഥാനത്ത് നിന്ന് ഇറങ്ങ് രാജേഷ്. രാജേഷേ, KN രാജേഷേ, നീ ഇറങ്ങ്. നീ ഉളുപ്പുണ്ടെങ്കിൽ ആ കസേല ഇറങ്ങ്. നിനക്ക് എന്തിത്ര അധികാരമോഹം? നിനക്ക് എന്താടാ ഇത്ര അധികാരമോഹം? ഒരു ലേഡീനെ ഉപദ്രവിച്ചിട്ടിരിക്കാൻ നീ ആരടാ? നിന്റെ വന്ദനും നിന്റെ രാജേഷും മറ്റോനും എല്ലാരും എന്നെ കോടതിന്റെ മുന്നിൽ നിൽക്കും. കൂട്ടിൽ നിൽക്കും ഞാൻ, കൂട്ടിൽ നിർത്തും ഞാൻ നിങ്ങളാ. എന്നെ ഇല്ലീഗൽ അലിഗേഷൻസ് വെച്ചിട്ട് ഞാൻ അറിയാതെ ഓട്ടോമാറ്റിക്കായിട്ട് ഇവൻ റിലീവ് ചെയ്യിപ്പിക്കുന്നത്. നിന്റെ തന്തേണ്ടതാണോടാ എഞ്ചിനീയറിംഗ് കോളേജ്? നിന്റെ തന്തേണ്ടതാണോടാ എഞ്ചിനീയറിംഗ് കോളേജ്? ഉളുപ്പില്ലാണ്ട് കയറിയിരിക്കുന്നവനെ അവിടെ ഇരിക്കേണ്ടത് നീയല്ല. വിത്ത് എവിഡൻസ് അവിടെ ഇരിക്കേണ്ടത് നീയല്ല. നിന്നെ ഇരുത്തുന്ന ബിന്ദു, മന്ത്രി ബിന്ദു ഇതിന് ഉത്തരം പറയേണ്ടി വരും. പിണറായി വിജയൻ എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ടി വരും. ഞാൻ എന്റെ അപ്പോൾ എന്തായാലും അമ്മച്ചി ഇങ്ങനെ കുളിക്കേണ്ടി വന്നതിന് നമ്മുടെ മുഖ്യമന്ത്രിക്കൊക്കെ പങ്കുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും അമ്മച്ചി ഇങ്ങനെ കുളിക്കാനായിട്ട് പ്രേരിപ്പിച്ചതിന് നമ്മുടെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയും ബിന്ദു അങ്ങനെ ഭരണസമിതിയിലുള്ള കുറേ ആളുകൾ ഉത്തരം പറയേണ്ടി വരുമെന്നാണ് നമ്മുടെ ചേച്ചി പറയുന്നത്. അപ്പോൾ എന്തായാലും ചേച്ചി ഇനി അടുത്തത് 2 പീസൊക്കെ ഇട്ട് കുളിക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അത് മറ്റെവിടെയൊന്നുമല്ല, സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലൊക്കെ ആയിട്ട് പുള്ളിക്കാരത്തിയുടെ ഒരു നഗ്നത കുളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ക്യാമറക്കാരൊക്കെ ഓർത്ത് വയ്ക്കുക. മറ്റ് ചാനലുകാരൊക്കെ മറുനാടൻ ചാനൽ, അതുപോലെ തന്നെ 24 ന്യൂസ്, ഏഷ്യാനെറ്റ്, പിന്നെ എന്താണ് അങ്ങനെ കുറേ മഴവിൽ മനോരമ, അങ്ങനെ ഒരുപാട് ചാനൽസ് ഉണ്ടല്ലോ നമുക്ക്. അപ്പോൾ പ്രധാനപ്പെട്ട എല്ലാ ചാനലുകാരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം ഏത് നിമിഷവും ഈ ഒരു സാധനം അവിടേക്ക് വരും. അപ്പോൾ നിങ്ങൾ വിഷ്വൽ പകർത്താനൊക്കെ അവിടെ ഉണ്ടാവണം. കാരണം അതൊക്കെയാണ് പുള്ളിക്കാരത്തിയുടെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ. കാരണം അവരുടെ ഈ ഇത്രയും സാഹസപ്പെട്ട് ഇവർ കുളിക്കുന്നതിൻ്റെ പിന്നിലുള്ള ഒരു നിഗൂഢത എന്താണെന്ന് വെച്ചാൽ മറ്റ് മാധ്യമങ്ങൾ അവരെ കാണണം, അവരുടെ അടുത്ത് വരണം, അവരുടെ ഇൻ്റർവ്യൂ നായിട്ട് അടുത്ത് ചെല്ലണം. അവർക്ക് പറയാനുള്ളത് നിങ്ങളുടെ ക്യാമറയിൽ ഒപ്പിയെടുക്കണം. ഇതൊക്കെ ഇവരുടെ വാശിയാണ്. അതിന് വേണ്ടിയിട്ട് അവർ ഏത് നിമിഷവും കുളിക്കാനായിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലേക്ക് എത്തും. അപ്പോൾ നിങ്ങളും കാത്തിരിക്കുക. അവരുടെ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട്, അവരുടെ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലുള്ള കുളിക്ക് വേണ്ടിയിട്ട് നമ്മളും വെയിറ്റിംഗാണ്, കട്ട വെയിറ്റിങ്ങിനാണ്. അപ്പോൾ ഈ വീഡിയോ കുറിച്ചിട്ട് ഉള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. അത് മാത്രമല്ല നമ്മുടെ ശ്രീലു അമ്മായിയുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു എന്താണ് അവരെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം, അവരുടെ ഭാഗത്ത് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായത്തെക്കുറിച്ച് നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ അവരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. എന്നാലേ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോഴായിട്ട് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം. അതുവരെ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ബൈ.